ഏലപ്പാറ കോഴിക്കാനം റോഡിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന കേട്ടോ. ഈ റോഡിൽ നമ്മളിങ്ങനെ നോക്കാം മുകളിൽ നല്ല ഭംഗിയുള്ള കുറേ തേയിലത്തോട്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കാണാവേ. ഈ വഴിക്ക് നമുക്ക് പോയാൽ കോഴിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം. അങ്ങോട്ടല്ല നമ്മൾ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നു നിന്നപ്പം ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ അങ്ങ് എടുത്താണ്. മുകളിൽ കുളന്തൊക്കെ എടുക്കുന്നുണ്ട്. ഏലപ്പാറ ടൗണിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ ആയിട്ട് കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ചുറ്റോടി ചുറ്റും തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു മലയോര പട്ടണം. ഏലപ്പാറ ബസ് സ്റ്റാൻഡ്. ഇപ്പോൾ ബസ്സൊന്നും കൂടിയില്ല കേട്ടോ, ടാക്സി ജീപ്പുകളൊക്കെ ഉള്ളൂ. ഏലപ്പാറയിൽ നിന്ന് നമ്മൾ വാഗമണ് പോകുന്ന വഴിയാണിത്. എന്തൊരു ഭംഗിയുള്ള കാഴ്ചയാണ് മുന്നോട്ട് കാണാൻ വഴി. ആ പച്ച വിരിച്ച തേയിലത്തോട്ടങ്ങളും. നമ്മൾ മേളത്തെ കുട്ടിക്കാനം റോഡിൽ ഇപ്പോൾ അവിടെ ഒരു പുതിയൊരു ഹട്ട് പോലെയൊക്കെ പണിയുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും കട കെട്ടാനാണോന്നൊന്നും അറിയത്തില്ല. ഏലപ്പാറ ടൗണിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാം. ഈ ഭാഗത്ത് തേയിലച്ചെടികളെല്ലാം കവാത്ത് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ കുറച്ച് പച്ചപ്പായിട്ട് നമുക്ക് കാണാമായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഉള്ള ഒരു കാഴ്ചകളുണ്ടോ. അതിലെ ഒരു KSRTC ഇങ്ങനെ വരുന്നുണ്ടോ. അതിപ്പോൾ ഇങ്ങോട്ട് കയറി വരും കേട്ടോ. അത് വാഗമൺ വഴി വന്ന് കട്ടപ്പനയ്ക്കുള്ള വണ്ടിയല്ല, ഏലപ്പാറ വണ്ടിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു തൊടുപുഴയിൽ നിന്ന് വരുന്നതാണ്. ഇതൊരു മനോഹരമായ കാഴ്ചയല്ലേ. ഇതിൻ്റെ ഇടയ്ക്കോടെ ഇങ്ങനെ ഒരു ചെറിയ പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അക്കരെ നമുക്ക് കുറേ ലൈൻസൊക്കെ കാണാം കേട്ടോ. ടീ ഫാക്ടറിയുടെ ഒരു ഔട്ട്ലെറ്റ് സെൻ്ററൊക്കെ അവിടെ ഉണ്ട്. കീഴപ്പെരിന്തറ പോകുന്ന വഴിയാണത്. പിന്നെ അങ്ങ് ദൂരെയായിട്ട് നമുക്ക് DTPCയുടെ ഒരു റെസ്റ്റോറൻ്റൊക്കെ കാണാം. ഈ തേയിലത്തോട്ടങ്ങളിലൊക്കെ നടുവിലായിട്ട് അവിടെ ചെറിയ പാലമൊക്കെ ഉണ്ട്. ഈ ഒരു പുഴ കണ്ടോ, ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഒഴുകി പോകുന്നതാണ്. ഈ ഒരു വഴിക്ക് ഇങ്ങനെ നടന്ന് നമ്മളങ്ങ് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളാണ്. തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ കൂടെ പോകുന്ന റോഡൊക്കെ. ഇവിടെ ഈ ഹരിതസംഘത്തിൻ്റെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ നമുക്ക് കാണാം കേട്ടോ. അതിലേ ഒരു ടൂറിസ്റ്റ് ബസ് വരുന്നുണ്ടോ. അപ്പോൾ അത് ഈ പാലത്തെ കൂടെ കയറി വരുവേ. അവന്മാരൊരു പോക്കുണ്ടോ. ഓ, എന്തായാലും ഇതിൻ്റെ അത്രയും അതൊക്കുകയല്ലേ. ഉല്ലാസയാത്രയാണേ. ഈ DTPC റെസ്റ്റോറൻറ്റിൻ്റെ താഴെക്കൂടെ ഒരു ചെറിയ പുഴ ഇങ്ങനെ ഒഴുകുന്നു. നമ്മൾ താഴെ കണ്ടില്ലേ, അതിന് ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ട് ഒരു ചെറിയ ചെക്ക് ഡാം പോലെ വെള്ളം താഴോട്ട് ഒഴുകുന്നുണ്ടോ. ഇതിലേ ഇങ്ങനെ ഒരു വഴിയുണ്ട് തേയില എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക്. പക്ഷേ അങ്ങോട്ടേക്ക് അങ്ങനെ പോകാൻ അവർ സമ്മതിക്കില്ലായിരിക്കും. നമുക്ക് ഈ ഒരു എൻട്രൻസ് വരെ ഇങ്ങനെ ഒന്ന് കയറി പോവാം. ഇവിടെ ഒക്കെ ഒരു ഭയങ്കര ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഒരു രക്ഷയില്ല ഇവിടുത്തെ കാഴ്ചകൾ. ഇതിലേ ഇങ്ങനെ ഒരു വഴി പോകുന്നുണ്ട്. ഇതാണ് ആ കീഴപ്പെരിന്തറയ്ക്ക് പോകുന്ന വഴി. നമുക്ക് ഈ വഴിക്ക് ഏതായാലും കുറച്ചൊന്ന് പോയി നോക്കാം. അപ്പുറത്തോട്ട് കുറേ പഴയ കെട്ടിടങ്ങളും ലൈൻസും ഒക്കെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോഴേ ഈ വാഗമൺ റൂട്ടിൽ ഇങ്ങനെ വന്നിട്ട് കുറച്ച് ഏലപ്പാറയിൽ നിന്ന് ഇങ്ങോട്ട് മുന്നോട്ട് വന്നു കഴിയുമ്പോഴേ ഇവിടെ ഒരു ജംഗ്ഷനുണ്ടേ. DTPCയുടെ റെസ്റ്റോറൻ്റൊക്കെ ഉള്ള ഒരു പാലമൊക്കെ ഉള്ള ഒരു സ്ഥലം അവിടെ. അപ്പം എൻ്റെ പുറകെ കിടക്കുന്ന റോഡ് കീഴപ്പെരിന്തറ എന്ന് പറഞ്ഞ വഴിക്ക് പോകുന്നതാണേ. ഇങ്ങനെ വന്നപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ഇവിടെ ഒന്ന് ആദ്യം ഒന്ന് കണ്ടുപോയതായിരുന്നു. എങ്കിലും ഒന്നുകൂടെ കാണാൻ വളരെ മനോഹരമായൊരു കാഴ്ചകളൊക്കെ ഇവിടെ നിന്നിപ്പോൾ കിട്ടി. വിവാഹത്തെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവുകയാണേ. അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കിയാലോ. ഈ ഒരു ലെവലിലെ കാഴ്ച ഉണ്ടോ. ആ തേയിലത്തോട്ടത്തിന് നടുക്കൂടെ റോഡിങ്ങനെ പോകുന്നു. ഇപ്പോൾ ഒരു KSRTC ഇതിൻ്റെ ഇടയ്ക്കൂടെ വരുമായിരുന്നെങ്കിൽ നേരത്തെ പോലെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ പകരം ഒരു ട്രാവലർ ഇപ്പോൾ കയറി പോകുന്നുണ്ട് കേട്ടോ. അത് പോകുന്നു നമുക്ക് കാണാവേ. വാഗമണിലേക്ക് പോകുന്ന ടൂറിസ്റ്റ് വാഹനങ്ങൾ.
ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദൂരോട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ച കാണാം കേട്ടോ. കുറേ സ്റ്റെപ്പുകൾ ഇങ്ങനെ ആ മുകളിലേക്ക് കയറി പോകുന്നുണ്ടേ. പക്ഷെ എനിക്ക് തോന്നുന്നത് മഴക്കാലത്ത് ഇല്ല, നല്ല രീതിയിൽ വെള്ളം ഒഴുകി വരുന്നുണ്ട്. പിന്നെ മുകളിലോട്ട് കയറി പോകുന്ന സ്റ്റെപ്പും കൂടെയാണേ. നമ്മളാ വന്ന ഒരു വഴിയുണ്ടോ ബാക്കിൽ, ഇവിടെ മുകളിലേ ആ മലനിരകളിലെല്ലാം തേയില കൃഷി ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്. ഇവിടെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഒരു ട്രാവലർ കിടക്കുന്നുണ്ട്. അവിടെ ഒരു കടയുണ്ട്, 4 മണിക്കാറ്റെന്നാണ് ആ കടയുടെ പേര്. അവിടെ ചായയും ചെറുകടിയും ബജ്ജികളൊക്കെ ലഭിക്കുന്നതാണ് കേട്ടോ. അതുപോലെ ഈ ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോഴും വളരെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ, തേയിലച്ചെടികളുടെ ആണെങ്കിലും ആ ഒരു മലനിരകളും ആ ഭൂപ്രകൃതിയും ഒക്കെ കൂടെ ഒരു പ്രത്യേക ഫീലിങ്സ് കിട്ടുന്നുണ്ട് നമുക്ക്. ഇവിടെ കണ്ടോ ആ ഒരു മേഖല, തേയില ഒരു അടിമാറ്റിൽ ഇങ്ങനെ ഒരു മൊട്ടക്കുന്ന്, ചെറിയൊരു മൊട്ടക്കുന്നായിട്ടല്ലേ അവിടെ ഇങ്ങനെ തേയില കൃഷി ചെയ്തിരിക്കുന്നേ. ഇങ്ങനൊരു വഴിയുണ്ടോ, ഇവിടെ നിന്ന് മുകളിലേക്കൊരു വഴി പോകുന്നുണ്ട് കേട്ടോ. അതിലേ പോയാൽ അങ്ങ് മുകളിലൊരു ചെറിയൊരു ഗ്രാമം പോലെ, അതായത് കുറേ എസ്റ്റേറ്റിലെ കുറേ പാടികളും ലൈൻസും ഒക്കെ കാണാം. ഇന്നാണ് ഇഷ്ടം പോലെ ടൂറിസ്റ്റ് വണ്ടിയാണല്ലോ. വിഷുവിൻ്റെ ഈസ്റ്ററിൻ്റെ ഒക്കെ അവധി ആഘോഷിക്കാൻ വേണ്ടി കയറി വരുന്ന ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ ആ വഴിക്കൂടെ ഇങ്ങനെ കയറി വരുമ്പോഴല്ലോ ഈ തേയിലച്ചെടികളുടെയൊക്കെ നടുക്കായിട്ട് അവിടെ ഒരു ചെറിയൊരു ബംഗ്ലാവൊന്നുമല്ല, എനിക്ക് തോന്നുന്നു അത് ഈ തേയില കളക്ട് ചെയ്യുന്ന എന്തോ ഒരു സംഭവമാണ്. എന്നാലും അത് കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ. ആ മുന്നോട്ട് പോകുന്ന വഴിയുണ്ടോ, അതിലേ മുകളിലോട്ട് പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ സീനറിയൊക്കെ ഉള്ള സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ അത് പ്രൈവറ്റ് റോഡ്, തേയില എസ്റ്റേറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് നമുക്ക് ആ വഴിക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ. അവിടെ അവരോട് ചോദിച്ച് അനുമതിയൊക്കെ മേടിച്ചിട്ട് വേണം പോകാനേ. എസ്റ്റേറ്റിൻ്റെ ഒരു ട്രാക്ടർ ഇങ്ങനെ തിരിഞ്ഞു വരുന്നുണ്ടോ, അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അതോടുകൂടി ഈ മേളിലത്തെ ഒരു തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ടോ. മൂന്നാറിൽ നിന്ന് നമ്മൾ ടോപ്പ് സ്റ്റേഷൻ പോകുന്ന വഴിക്ക് ഇതുപോലത്തെ ഒരു കാഴ്ച കിട്ടും കേട്ടോ, ഫോട്ടോ പോയിൻ്റ്. അതുപോലൊരു സംഭവമാണ് ഈ ഏലപ്പാറയിൽ നിന്ന് വാഗമണ്ണ് വരുന്ന വഴിക്ക് ഈ ബൊണാമിക്ക് ഇപ്പുറത്തായിട്ട് നമുക്ക് ഈ കാണാവുന്നേ. ഇതിലെ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ താഴെയൊക്കെ ആൾക്കാരുണ്ടാവും, അവിടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആൾക്കാർ. ഇതിലെ ഒരു വഴി അങ്ങോട്ട് പോകുന്നത് ടൈഫോയ്ഡ് എസ്റ്റേറ്റ്, അവിടെ ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ടേ. അങ്ങ് നമുക്ക് അങ്ങോട്ട് കയറാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഈ ഒരു എൻട്രൻസ് അടിപൊളിയല്ലേ കാണാൻ. അക്കരെ തോട്ടത്തിനുള്ളിൽ അവർ കൊളുന്തൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ് ഇപ്പോഴേ. അങ്ങനെ കുറച്ച് മുന്നേ വന്നപ്പോൾ ബൊണാമിയിലെ ബദേൽ ചർച്ച് ഉണ്ട് കേട്ടോ. ആ ചർച്ച ഇരിക്കുന്നൊരു ഭംഗിയുണ്ടോ, നല്ലൊരു ലൊക്കേഷനല്ലേ. പള്ളി ഈ ഒരു ലൊക്കേഷൻ കാണാൻ അടിപൊളിയാണ് കേട്ടോ. പള്ളിയുടെ ഇപ്പുറത്തോട്ട് കഴിഞ്ഞാൽ ഈ പള്ളിയുടെ ഒരു സിമിത്തേരി ഉണ്ടോ. ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള സിമിത്തേരിയാണ്. ഈ ബൊണാമിയിലൊക്കെ ഒരു 1900 അല്ല കേട്ടോ, അതിന് മുന്നേ 1800 കാലഘട്ടമൊക്കെയാണ് ഈ ബൊണാമി നല്ല പ്രൗഢിയായിട്ട് നിന്നൊരു സമയം എന്നൊക്കെ പറയാനായിട്ട്. ഇവിടെയും ഉണ്ടൊരു സിമിത്തേരി കേട്ടോ, കുറേ കല്ലറകളൊക്കെ കാണാം. ആ 800 കാലഘട്ടത്തിലൊക്കെ പ്ലേ ഗ്രോവൊക്കെ വന്നിട്ട് ഇവിടെയൊക്കെ മൊത്തം നശിച്ചു പോയില്ലേ. അന്ന് പോകാതിരുന്നിരുന്നെങ്കിൽ ഈ ഒരു ബൊണാമിയൊക്കെ നല്ല ഒരു ടൗണായിട്ട് ഇന്നും നിലനിന്നേനെ. സായിപ്പന്മാർ വരെ ഇവിടെ ഉപേക്ഷിച്ച് പോയി എന്ന് പറയുമ്പോഴേ ഒരുപാട് ആൾക്കാർ പ്ലേ ഗ്രോവം വന്ന് മരിച്ചു പോയി കേട്ടോ. അങ്ങനെയാണ് അവരിവിടെ വല്ല ഇട്ടിട്ട് പോയത്. ഇവിടെ ഒരു ബോർഡ് കണ്ടോ, ബെല്ലി ബൊണാമി. നല്ല കിടിലം പോക്കാ, പാട്ടൊക്കെ വെച്ചേ. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ബൊണാമിയിലെ CSI പള്ളിയൊക്കെ കാണാവേ. അത് ഈയിടെ പുതുക്കി പണിതാണ്. ബൊണാമി സിറ്റി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹൈറേഞ്ചിൽ ഒരു പഴയ പട്ടണം. ഇതാ പള്ളി, അവിടെ പള്ളിയിൽ എന്തോ ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ടേ. നേരെ വാഗമണ്ണ്. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് ഉപ്പുവളം ഭാഗത്തേക്കൊക്കെ പോകാവേ. ഇവിടെ നിന്ന് നമുക്ക് അക്കരെ ഭാഗത്തെ കുറേ കാഴ്ചകൾ കാണാവേ. ആ മലങ്കര എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അങ്ങോട്ടുള്ളത്. ടൈഫോയ്ഡ് വേറെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് കുറേ എണ്ണപ്പനകൾ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. പരീക്ഷണാർത്ഥം ചെയ്തതാണ്, പക്ഷേ അത് വലിയ കുഴപ്പമില്ലാത്ത പരിപാടിയാണ്.
ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നോക്കി തേയില മൊട്ടക്കുന്നുകളൊക്കെ കണ്ടോ, ഇത്ര ഭംഗിയാണ്. ഇനി അങ്ങോട്ട് മൊട്ടക്കുന്നുകളാണ് മുഴുവൻ. ബൊണാമിയുടെ ഒരു പിൻകാഴ്ച, പള്ളിയുടെ ബാക്ക് സൈഡ്. ഇവിടെ ട്രാക്കുളയുടെ അനിയൻ്റെ കൊട്ടാരം കണ്ടോ. ഈ മരത്തിൻ്റെ ചോട്ടിലേ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭീകരാവസ്ഥയാണ്. പക്ഷെ നമ്മൾ നേരത്തെ അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൊക്കെ അവരുടെ പെർമിഷൻ ഇല്ലാതെ കയറാൻ പറ്റില്ല കേട്ടോ. എങ്ങനെയുണ്ട് ഈ ഒരു ലൊക്കേഷൻ? വാഗമണിലേക്ക് ഇന്ന് സഞ്ചാരികൾ കൂടുതലാണ്. ഒരു പൂവുണ്ടാകുന്ന മരമാണ് കേട്ടോ. പക്ഷേ ഇത് ഇപ്പോൾ പൂവൊന്നും അങ്ങനെ ഇല്ല, ഒരു വടുവൃക്ഷമായിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ വീതി കുറഞ്ഞ വഴിയെ ഈ വണ്ടിയൊക്കെ വരുന്നതാണ് എന്തൊരു ഭംഗിയല്ലേ. ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടിയാണേ. ഈ ഒരു മേഖലയൊക്കെ കണ്ടോ, എന്തേറെ സ്ഥലം ഇങ്ങനെ വേസ്റ്റായി കിടക്കുന്ന അറിയാം. ഒരു കാലത്ത് വലിയ തേയില എസ്റ്റേറ്റൊക്കെ ആയിരുന്ന സ്ഥലമായിരുന്നേ. എല്ലാം ഇട്ട് തല്ലിയിട്ട് പോയിട്ട് ഇപ്പോൾ അവിടെ ഇവിടെ ഓരോ തേയിലയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഉപേക്ഷിക്കപ്പെട്ട ഗ്രാമം പോലെ ഫീൽ ചെയ്യും ഇതൊക്കെ കാണുമ്പോൾ. കുറച്ചു നേരം നമ്മുടെ സാരഥിക്ക് ഒരു റെസ്റ്റ് കൊടുത്തേക്കാന്ന് ചോദിച്ചു കേട്ടോ. ഈ മരത്തണലിൽ കയറ്റി വെച്ചിരിക്കുവാണേ. ഇതിലൊക്കെ നല്ല പൂവുണ്ടാകുന്ന മരമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പൂവൊന്നും കാണുന്നില്ല. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ദൂരെയായിട്ട് ആ കാടിൻ്റെ ഉള്ളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീടുകളൊക്കെ കാണാവേ. അതിൻ്റെ അപ്പുറത്തൊരു വെള്ളച്ചാട്ടമുണ്ട്, മഴക്കാലത്ത് മാത്രമേ അത് ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ താഴോട്ട് കുറച്ച് ദൂരക്കാഴ്ചകൾ കിട്ടും കേട്ടോ. വാഗമണ്ണിൻ്റെ ആ ഒരു അഡ്വഞ്ചർ പാർക്കിൻ്റെ ഭാഗത്തുള്ള ആ ഒരു വാച്ചിങ് ടവറൊക്കെയാണ് അങ്ങ് ദൂരെ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിലെല്ലാം കയറി പോയൊരു വീഡിയോ എടുത്തോ. ഇതിൽ കാണാമോന്നറിയത്തില്ല, അതിലെ പാരാഗ്ലൈഡിങ്ങുകാരങ്ങനെ പറക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടോ ദൂരെ. ഇപ്പോൾ ഇവിടെ പാരാഗ്ലൈഡിങ്ങിൻ്റെ ഒക്കെ പരിപാടി ഉണ്ട്. ഇതിൻ്റെ ഒരു ഫെസ്റ്റിവലായിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. ഈ വഴിക്കൊക്കെ കുറച്ച് ഇപ്പോൾ റോഡ് നന്നാക്കി കേട്ടോ. സൈഡൊക്കെ വീതി കെട്ടി നന്നായിട്ടുണ്ട്. വാഗമണിലേക്കൊക്കെ വരാനേ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ തേക്കടി കുമളി വന്നിട്ട് ഏലപ്പാറ വന്ന് ആ വഴിക്ക് ഇങ്ങോട്ട് വരുന്നതാണ് എളുപ്പം കേട്ടോ. പിന്നെ എറണാകുളം ഭാഗത്തുനിന്ന് മലബാർ ഭാഗത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ പാലാ വഴി കയറി ഈരാറ്റുപേട്ട വന്നിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഈ വാഗമണിലെ കാഴ്ചകളൊക്കെ. വെളുപ്പിനെ അവിടുന്ന് പോരുവാണെങ്കിൽ, ഈ മലബാർ സൈഡിൽ നിന്നൊക്കെ പോരുവാണെങ്കിൽ ഇവർക്കൊരു ഏകദേശം 8-9-10 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ വരാം. ഒരു ദിവസം മൊത്തം ഇവിടെ ഈ വാഗമണൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പോകാവുന്നൊരു അടിപൊളി ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഈ വാഗമൺ കേട്ടോ. കഴിഞ്ഞ ദിവസമെല്ലാം മഴ പെയ്ത കാരണം അത്യാവശ്യം ഇവിടുത്തെ തോട്ടിലൊക്കെ വെള്ളമായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ചെറിയ പച്ചപ്പൊക്കെ ആയി. ഇവിടെ ഒരു പുഴയുണ്ടേ. ആ പുഴയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ വെള്ളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം അത്യാവശ്യം കുറച്ചൊക്കെ വെള്ളം അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട്. വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ പോയിട്ട് വരുന്ന വാഹനങ്ങളാണ് ഇതൊക്കെ. ഇവിടുന്ന് ഇടത്തോട്ടുള്ള വഴിക്ക് പോയ അഡ്വഞ്ചർ പാർക്കിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. മുന്നേ പോയിട്ട് അവിടെ നിന്ന് മെയിൻ ഗേറ്റിൽ കൂടെ പോകാം. ഇതിലെ വണ്ടി വൺ വേ ആയിട്ട് തിരിച്ചു വിടുന്ന വഴിയാണ്. നല്ലൊരു പച്ചപ്പ് ഇവിടെ വന്നപ്പോഴാണ് കണ്ടോ കേട്ടോ. വാഗമണിലെ കൗ ഫാമിൻ്റെ പശുഫാമിൻ്റെ ഒരു തീറ്റപ്പുൽ കൃഷി ഇടമാണ് ഇതേ. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. കുറേ അഡ്വഞ്ചറുമായിട്ടുള്ള എന്തൊക്കെ കുറേ പരിപാടികളുണ്ട്. ഹോട്ടലുണ്ട്. കണ്ടോ നല്ല പച്ചപ്പല്ലേ ഇങ്ങോട്ട്. പിന്നെ അതിനിടയ്ക്കായിട്ട് ആ കൗ ഫാമൊക്കെ കാണാവേ. ഈ ഒരു ഭാഗം ഇങ്ങനെ കണ്ടോ, കുറേ പൂമരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ പൂവൊന്നും ഇല്ലാത്തതുകൊണ്ടൊരു ഭംഗിയില്ല. അതിൻ്റെ സമയം കഴിഞ്ഞുപോയി. ഇവിടെ നമുക്ക് ആ പശുഫാമൊക്കെ നന്നായിട്ട് കാണാവേ. പിന്നെ ഇതിലങ്ങനെ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ മലനിരകളുടെ മുകളിലായിട്ട് ബ്രിട്ടീഷുകാർ പണ്ടുണ്ടാക്കിയൊരു ഡാമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് വെള്ളം ഒഴുകുന്നതാണ് പാലൊഴുകും പാറയിലേക്ക് പോകുന്നത്. വലിയൊരു വെള്ളച്ചാട്ടമായിട്ട്. ഇപ്പം വെള്ളം അങ്ങനെ കാണുന്നില്ല, അതിനുള്ള മഴയൊന്നും പെയ്തില്ല. ഇത് KLD ഫാമിൻ്റെ ഓഫീസൊക്കെയാണ് അങ്ങോട്ടൊക്കെ ഉള്ളത്, ആ പൈൻമരങ്ങളുടെ ഒക്കെ ഇടയിലായിട്ട്. ഇന്നിവിടെയൊക്കെ നല്ല തിരക്കാട്ടോ. ഓക്കെ,
ഇതുമാത്രം വണ്ടി വന്ന് കിടക്കുന്നതെന്ന്. നല്ല തിരക്കാണോ? പാർക്കിംഗ് ഏരിയ കംപ്ലീറ്റ് വണ്ടി. ഇതിലേ കുറച്ചൊന്ന് മുകളിലോട്ട് കയറി പോയി നോക്കാം നമുക്ക്. അപ്പുറത്ത് എന്തെങ്കിലും കാഴ്ച കിട്ടുമോ നോക്കാം. ഇവിടെ നിന്ന് ആ സൈഡൊക്കെ നോക്കുമ്പോൾ തേയിലത്തോട്ടങ്ങളുടെ ഒക്കെ കാഴ്ച കിട്ടുമേ. ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അതാ പൈൻ വാലിയുടെ ഒക്കെ കാഴ്ച നല്ലതായിട്ട് കാണാം കേട്ടോ. പിന്നെ നല്ല ദൂരക്കാഴ്ച ഉണ്ടല്ലോ. നമ്മുടെ വാഗമണിലെ മൊട്ടക്കുന്നുകളൊന്നും കംപ്ലീറ്റ് പച്ചയായില്ല കേട്ടോ. പച്ചപ്പായി വരുന്നേ ഉള്ളേ. തീയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ മഴയൊക്കെ പെയ്ത് നല്ല പച്ച പുല്ലൊക്കെ ഇങ്ങനെ തളുത്ത് കയറി വരുന്നുണ്ട്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പക്ഷെ ഈ ഒരു കാഴ്ച ഒരു ഒന്നൊന്നര കാഴ്ചയാണ്. ഇവിടെയും മൊട്ടക്കുന്നുകളൊക്കെ അങ്ങനെ പച്ചയടിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണേ. ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഒരുപാട് ദൂരക്കാഴ്ച കിട്ടുന്ന സ്ഥലമാണ്. ഇത് ഉപ്പുതറ വാഗമൺ റോഡാണ്. ഈ റോഡിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇതിലേ നമുക്ക് തിരിച്ചങ്ങോട്ട് പോകാം. നമ്മളെ ഉപ്പുതറ ഭാഗത്തു നിന്ന് വരുമ്പോൾ കിട്ടുന്നൊരു കാഴ്ചയാണ് അത് കേട്ടോ. അതിലേ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെയൊക്കെ മൊട്ടക്കുന്നേ പച്ചയായ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കുറേ ഭാഗമൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്. ഇനി അത് നല്ല രീതിയിലാവും. കാരണം ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മഴ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇവിടുന്ന് ഇനി ഒരു ജംഗ്ഷനാണേ. വലത്തോട്ട് നേരെ പോയാൽ പാലൊഴുകുംപാറ, ഇടത്തോട്ട് പോയാൽ ഉപ്പുതറ. മുന്നോട്ടുള്ള റോഡേ ഗട്ടറാണ്. സൈഡ് കോൺക്രീറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. വഴിയുടെ പണി ഇനിയും കുറേ ചെയ്യാൻ കിടക്കുക. പാലൊഴുകുംപാറ വരെ പോകണമെന്നുണ്ടായിരുന്നു. റോഡ് അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഇതിലേ പോയാൽ നമുക്ക് അപ്പുറം താഴത്തെ കുറച്ച് താഴ്വാര കാഴ്ചകളൊക്കെ കാണാമേ. അതൊന്ന് കണ്ടിട്ട് വരാം. റിസോർട്ടുകാരുടെ മേഖലയാണ് അങ്ങോട്ടൊക്കെ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇറങ്ങി നിന്നാൽ നമുക്ക് ഇതുകൊണ്ട് വാഗമണിലെ പുൽമേടുകൾ കണ്ടോ. അങ്ങനെ നോക്കുമ്പോൾ നമുക്കങ്ങ് ദൂരെ ആ ഒരു മല കേട്ടോ. മലയുടെ ഇടയ്ക്ക് കൂടെ റോഡ് പോകുന്നുണ്ടോ. അത് ആ പാലൊഴുകുംപാറ ഭാഗത്തേക്ക് അതേ കയറി പോയിട്ട് നമുക്ക് പൊണാമിയിലേക്ക് കയറി പോകാൻ പറ്റുമേ. റിസോർട്ടുകളുണ്ടോ. കുറച്ച് മേളിൽ കയറി വന്നപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇച്ചിരി കൂടെ നല്ലതായിട്ട് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടേ. നമ്മൾ വീണ്ടും തിരിച്ച് ഏലപ്പാറ വന്നു കേട്ടോ. ഏലപ്പാറയിൽ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് കോഴിക്കാനം ഭാഗത്തേക്ക് പോകണേ. കോഴിക്കാനം ഭാഗത്തേക്ക് പോകാൻ തിരിഞ്ഞപ്പോഴാണ് ഇവിടെ ഇങ്ങനെ താഴെ ഒരു കാഴ്ച കണ്ടത്. തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ നമ്മുടെ കുട്ടിക്കാനം കട്ടപ്പന റോഡ്, ആ റോഡിൽ വാഹനങ്ങൾ പോകുന്ന ഒരു കാഴ്ചയൊക്കെ. കോഴിക്കാനം പള്ളിയുടെ അടുത്ത് താഴോട്ട് നോക്കുമ്പോണ്ടല്ലോ അവിടെ ഇച്ചിരി മൂടലാണ്. എങ്കിലും നമ്മുടെ ആ ചപ്പാത്തിലേക്കുള്ള റോഡൊക്കെ കാണാം കേട്ടോ. കോഴിക്കാനം പള്ളിയാണിതേ. നെന്മരങ്ങൾ നിൽക്കുന്നുണ്ടോ. പിന്നെ അങ്ങ് ദൂരെ ഒറ്റയ്ക്കൊരു മരം നിൽക്കുന്നുണ്ടോ, ഒരു വാഗമരം. ഏലപ്പാറ ടൗണിൻ്റെ ഒരു ദൂരക്കാഴ്ച നമുക്ക് കാണാവേ. ഏലപ്പാറ സ്കൂള് ടൗണ് ഒക്കെ ആയിട്ട്. ഏലപ്പാറയ്ക്ക് അടുത്തുള്ള കോഴിക്കാനം സിറ്റി കേട്ടോ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ കുരിശുമലയൊക്കെ കയറ്റം ഉണ്ട് കേട്ടോ. തുക്കവള്ളി ആഴ്ച അങ്ങനെ കയറി ഇതോ കാണുന്ന ആ മലയുടെ മണ്ടയിലാണ് കുരിശുമല കയറുന്നത്. വളരെ മനോഹരമായ ചെറിയ സിറ്റിയാണ്. അവിടെ ഒരു ഗ്രോട്ടൊക്കെ ഉണ്ട് പള്ളിയുടെ. ഇവിടുന്ന് ഒരു അമ്പലത്തിലേക്ക് പോകുന്നൊരു വഴി ഇവിടെ കാണാവേ. കോഴിക്കാനത്തെ അമ്പലം. അതുകൊണ്ട് അവിടെ ഒരു അമ്പലം കണ്ടു.
കുറച്ച് പിള്ളേരൊക്കെ അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഇങ്ങോട്ടൊന്ന് നോക്കിയേ, എത്ര മനോഹരമായൊരു സ്ഥലമാണെന്ന് നോക്കിയേ. ഈ കോഴിക്കാനം ഭാഗമൊക്കെ പഴയതായ കുറേ തേയിലത്തോട്ടങ്ങൾ, അത്ര പുഷ്ടിയൊന്നുമല്ല എങ്കിലും താഴോട്ടൊക്കെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാം. ഇടയ്ക്ക് അവിടെ ഒരു വെള്ളത്തിൻ്റെ കുളമൊക്കെ കാണാം. അത് തേയിലച്ചെടിക്ക് വേനൽക്കാലത്ത് വെള്ളം അടിക്കുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെ ഈ ചുറ്റോടി ചുറ്റും ഇതിൻ്റെ നടുക്കൂടി കൂടി റോഡൊക്കെ പോകുന്നുണ്ട് അങ്ങോട്ട്. ഒത്തിരി ഭംഗിയുള്ള കാഴ്ചകൾ. ഇച്ചിരി കാലാവസ്ഥ ക്ലിയറും കൂടെ ആയിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി ഇച്ചിരി കൂടെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റിയേനെ. ഇതാണ് നമുക്ക് ഇൻവേർട്ടർ വെക്കാനുള്ള ചർച്ച് കേട്ടോ, ബദേൽ ചർച്ച്. വളരെ മനോഹരമായൊരു പള്ളിയാണ്. അവരിപ്പം വരും, വന്നിട്ട് വേണം പണി തുടങ്ങാൻ. മൊത്തത്തിൽ താമസിച്ച് പോയി. ഒരു അത്തിമരമൊക്കെ കൊണ്ട് പള്ളിയുടെ മുറ്റത്ത്, കുറേ പൂച്ചെടികളുമൊക്കെ, നല്ല ഭംഗിയുള്ള ചർച്ച്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വാഗമൺ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഞാൻ ഏലപ്പാറ ഇൻവെർട്ടർ പിടിപ്പിക്കാൻ വന്നപ്പോഴേ അത് ഉച്ച കഴിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും കുറച്ച് സമയമുണ്ടല്ലോ. എന്നാൽ പിന്നെ ഒന്നുകൂടെ ഒന്ന്, ഇപ്പോൾ മഴയൊക്കെ പെയ്ത് ചെറിയ പച്ചപ്പൊക്കെ ആയല്ലോ, അതിൻ്റെ കുറേ കാഴ്ചകളൂടെ കണ്ടേക്കാമെന്ന് വിചാരിച്ച് കയറി പോകുന്നതാണേ. അപ്പോൾ കിട്ടിയ കുറേ കാഴ്ചകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാമേ.